അടുത്തതായിട്ട് മൊഡ്യൂൾ 5-ലെ ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയുടെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ, ലോങ് ടേം ഡിഫ്ലക്ഷൻ, അതുപോലെ ക്രാക്ക് വിഡ്ത്തൊക്കെ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ഉള്ള സ്റ്റെപ്സ്, അതുപോലെ കോഡിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് നോക്കിയിരുന്നു. ഇന്ന് നമുക്ക് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് എല്ലാം കൂടെയുള്ള ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നിവിടെ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ഒന്ന് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ലോങ് ടേം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഓഫ് ക്രാക്ക് വിഡ്ത്ത് എന്നോ, അത് കൂടാതെ ഇതിൻ്റെ തിയറി പോർഷൻസും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമിന് എപ്പോഴും ഈ പ്രോബ്ലം ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ തിയറി പോർഷൻസ് ചോദിക്കാറുണ്ട്. അതായത് എങ്ങനെയാണ് ഷോർട്ട് ടേം ലോങ് ടേം ഡിഫ്ലക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ സ്റ്റെപ്സും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്റ്റെപ്സും നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞ സ്റ്റെപ്സും കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ ക്വസ്റ്റ്യൻ, സിംപ്ലി സപ്പോർട്ടഡ് ബീം സ്പാനിങ് 8 മീറ്റർ. സോ അതിൻ്റെ സ്പാനാണ്, ബീമിൻ്റെ സ്പാനാണ് 8 മീറ്റർ ഓഫ് റെക്റ്റാങ്കുലർ സെക്ഷൻ വിത്ത് എ വിഡ്ത്ത് 300 mm. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ 300 mm ആൻഡ് ഓവറോൾ ഡെപ്ത് 600 mm. സോ വിഡ്ത്ത് ഇസ് 300 mm ആൻഡ് ഓവറോൾ ഡെപ്ത് ഇസ് 600 mm. അപ്പോൾ ബിയും ക്യാപിറ്റൽ ഡിയും തന്നിട്ടുണ്ട്. ദ ബീം ഈസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് 4 bars ഓഫ് 25 mm ഡയമീറ്റർ ഓൺ ദി ടെൻഷൻ സൈഡ്. ബീമിൻ്റെ ടെൻഷൻ സൈഡിൽ 4 bars. ഓക്കെ, സോ ബീമിൻ്റെ ടെൻഷൻ സൈഡിൽ ഇങ്ങനെ 4 bar വരും. അത് 25 mm ഡയമീറ്റർ ആണ് ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എൻ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് 550 mm. 550 mm എഫക്റ്റീവ് ഡെപ്തിലാണ് കൊടുത്തിരിക്കുന്നത്. 2 nominal hanger bars of 12 mm diameter are provided on the compression side. And compression സൈഡിൽ 2 bars ആണ്, 12 mm ഡയയുടെ 2 ബാർസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നുള്ള ഈ എഫക്റ്റീവ് ഡെപ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ദെൻ സ്പാനും തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ഒരു ഫിഗർ എപ്പോഴും കാണിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് അപ്പോൾ ഇതിൽ ബീം ഈസ് സബ്ജക്റ്റഡ് ടു സർവീസ് ലോഡ് മൊമെൻറ്റ്. സർവീസ് മൊമെൻറ്റ് തന്നിട്ടുണ്ട് 140 kN/m ആൻഡ് സെൻറ്റർ മിഡ് സ്പാനിൽ മൊമെൻ്റാണ് തന്നിരിക്കുന്നത്. അസ്യൂമിങ് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആൻഡ് Fe415 HYSD ബാർസ്, ചെക്ക് ദി ബീം ഫോർ സർവീസിബിലിറ്റി ലിമിറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഡിഫ്ലക്ഷൻ ക്രാക്കിംഗ് യൂസിങ് ദ ഫോളോയിങ് മെത്തേഡ്സ്. അപ്പോൾ ഡിഫ്ലക്ഷൻ 2 മെത്തേഡിലും ചെയ്യാം. ഒന്ന് എംപിരിക്കൽ മെത്തേഡ് ആൻഡ് അതർ ഇസ് തിയററ്റിക്കൽ മെത്തേഡ്. സോ എംപിരിക്കൽ മെത്തേഡ് നമ്മൾ ഇന്നലെ കുറേ പ്രോബ്ലംസ് ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. ആൻഡ് ഇതിപ്പോൾ റെക്റ്റാങ്കുലർ ആയതുകൊണ്ട് തന്നെ KT വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അപ്പോൾ KC വാല്യൂ, KF ഇവിടെ 1 ആയിട്ട് എടുക്കുക. ഓക്കെ, നമ്മൾ മോഡിഫിക്കേഷൻ ഫാക്ടറിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. KT, KF ആൻഡ് KC. KF ഫ്ലാഞ്ച്ഡ് ബീംസിനാണ്. സോ KF നമുക്ക് ഈ ഒരു കേസിൽ 1 എന്ന് എടുക്കാം. KTയും KCയും നിങ്ങൾ ആ ഫിഗർ 4-ൽ നിന്നും 5-ൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് വിഡ്ത്ത് 300, ഡെപ്ത്, അപ്പോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി എന്നും, അതുപോലെ നമ്മൾ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സ്മോൾ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു പാരാമീറ്റർ എന്ന് വെച്ചാൽ ഈ ഡെപ്ത് തന്നെയാണ്. ഓക്കെ, ദെൻ സ്മോൾ ഡി എഫക്റ്റീവ് ഡെപ്ത് 550, മൊമെൻറ്റ് തന്നിട്ടുണ്ട്. ദെൻ AST ASC. അപ്പോൾ AST എങ്ങനെയാണ് നമുക്ക് 1963 എന്ന് കിട്ടുന്നത്? 4 bars ആണ് 25 mm ഡയമീറ്ററിൻ്റെ. സോ 4 ഇൻറ്റു, ഓക്കെ, നമ്മളെങ്ങനെ എഴുതേണ്ട, 4 ഇൻറ്റു 5/4 ഇൻറ്റു 25 സ്ക്വയർ. അതാണ് ഈ AST വാല്യൂ. ആൻഡ് ASC എന്ന് വെച്ചാൽ 2 bar 12 mm നോമിനൽ ഡയമീറ്ററിൻ്റെ ഉണ്ട്, റൈറ്റ്? സോ 12 mmൻ്റെ 2 bars. സോ ഇതിങ്ങനെയാണ് AST ആൻഡ് ASC കിട്ടുന്നത്. ഓക്കെ, ദെൻ ലെങ്ത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ലെങ്ത് പറയുന്നുണ്ട്. FCK 20 ആണ്, FY 415 ആണ്. അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മൾ 3 വാല്യൂസും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് M എന്ന് പറഞ്ഞൊരു വാല്യൂ, EC, FCR ആൻഡ് ES. ഓക്കെ, സോ M എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് M? M is actually the modular ratio.
ഓക്കെ, മോഡുലാർ റേഷ്യോ ആണ് എം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എമ്മിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇ സി, എഫ് സി ആർ ആൻഡ് we have to calculate ES. EC എന്ന് വെച്ചാൽ that is EC is equal to 5000 root FCK. 5000 into root of FCK. Okay, FCK യുടെ വാല്യൂ 20 ആണ്. So EC is equal to 5000 root 20. So 22360 Newton per mm square എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വരുന്നത് അടുത്ത നിങ്ങൾ നോക്കിയാൽ അറിയാം, എഫ് സി ആർ എന്നൊരു ടേം ഉണ്ട്. ഓക്കെ, ഇതിൽ എഫ് സി ആർ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഈ എഫ് സി ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.7 ഇൻറ്റു റൂട്ട് എഫ് സി കെ. ഓക്കെ, സോ 0.7 ഇൻറ്റു റൂട്ട് എഫ് സി കെ ആണ് എഫ് സി ആറിൻ്റെ വാല്യൂ. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എഫ് സി കെയുടെ വാല്യൂ കിട്ടുന്നത്, എഫ് സി ആറിൻ്റെ വാല്യൂ കിട്ടുന്നത് 3.13 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഇത് ഇത്രയും ക്ലിയർ അല്ലേ? ദെൻ ഈ എസ് എന്ന് വെച്ചാൽ അത് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ആണ്. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസും നമ്മൾ നേരത്തെ കോൺക്രീറ്റിൻ്റെ യങ്സ് മോഡുലസ് ഈ സി കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് 2 × 10⁵. ഓക്കെ, അതാണ് സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ്. അടുത്തൊരു ടേം ഉണ്ട് മോഡുലാർ റേഷ്യോ. സോ മോഡുലാർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ IS 456 തന്നെ ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ് ഇതിൻ്റെ ഈ ഒരു മോഡുലാർ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ മോഡുലാർ റേഷ്യോ നിങ്ങൾ IS 456 അനെക്സ് ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് സ്ട്രക്ചറൽ ഡിസൈൻ ത്രൂ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അപ്പോൾ ഇതിൽ മോഡുലാർ റേഷ്യോയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ, ദറ്റ് ഈസ് 280/3 സിഗ്മ CBC. ഓക്കെ, 280/3 സിഗ്മ CBC. അപ്പോൾ 280/3 ഇനി സിഗ്മ CBCയുടെ വാല്യൂ ടേബിൾ 21 ഉണ്ട്. ഓക്കെ, സോ ടേബിൾ 21 എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ IS 456 ടേബിൾ 21 സിഗ്മ CBC വാല്യൂ കിട്ടും. സിഗ്മ CBC എന്ന് വെച്ചാൽ ഈ വാല്യൂസ് ആണ് സിഗ്മ CBC. അപ്പം നമുക്കിതിൽ വേണ്ടത് ബെൻഡിങ് വാല്യൂ ആണ്. M20യുടെ ബെൻഡിങ് വാല്യൂ 7. ഓക്കെ, സോ ഇതാണ് സിഗ്മ CBC ഈസ് 7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ ഈ ഒരു ഇക്വേഷനിൽ 280/3 × 7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് 13 എന്നൊരു വാല്യൂ കിട്ടും. സോ 13 ആണ് മോഡുലാർ റേഷ്യോ. സപ്പോസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ M25 എന്നാണ് തരുന്നതെങ്കിൽ ഇവിടെ M25ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 8.5. ഓക്കെ, അപ്പോൾ അത് ഗ്രേഡ്, കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ഇവിടെ മോഡുലാർ റേഷ്യോ വാല്യൂ എഴുതേണ്ടത്. അങ്ങനെയാണ് ഈ 13 എന്ന വാല്യൂ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? സോ ഹോപ്പ് ദിസ് മച്ച് ഡേറ്റ, ഈ തന്നിരിക്കുന്ന ഡേറ്റ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബി, ഡി, ദെൻ സ്മോൾ ഡി, മൊമെൻറ്റ്, AST, ASC, സ്പാൻ, FCK, FY, മോഡുലാർ റേഷ്യോ 280/3 സിഗ്മ CBC. സിഗ്മ CBC ടേബിൾ 21 നിന്ന് കിട്ടും. ടേബിൾ 21 M20ക്ക് ഉള്ള വാല്യൂ തന്നിട്ടുണ്ട് 7 എന്നാണ്. സോ 280/3 × 7 13 എന്ന് കിട്ടും. ദെൻ EC ആൻഡ് ES. EC എന്ന് വെച്ചാൽ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്, അത് 5000 റൂട്ട് FCK. FCKയുടെ വാല്യൂ 20 ആണ്. സോ 5000 റൂട്ട് 20 22360 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ദെൻ ES എന്ന് വെച്ചാൽ 2 × 10⁵ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ്. ഓക്കെ, ആൻഡ് FCR വാല്യൂ എങ്ങനെയാണ് കിട്ടുക? 0.7 ഇൻറ്റു റൂട്ട് ഓഫ് FCK. FCK 20. ഓക്കെ, അപ്പോൾ FCK 25 ആയിരുന്നെങ്കിൽ, അതായത് M25 കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ 25 എന്ന് വരും, ഇവിടെയും 25 എന്ന് വരും. ഓക്കെ, ഈ സ്റ്റീലിൻ്റെ വാല്യൂ, സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എപ്പോഴും സെയിം തന്നെയാണ്, 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നെയായിരിക്കും, വേരി ചെയ്യത്തില്ല. പക്ഷേ കോൺക്രീറ്റിൻ്റെ യങ്സ് മോഡുലസ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് FCK വാല്യൂ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ആദ്യത്തെ മെത്തേഡ് എംപിരിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക്
പി ടിയും പി സി വാല്യൂ അറിഞ്ഞെങ്കിൽ മാത്രമേ കെ ടിയും കെ സിയും കിട്ടുകയുള്ളൂ, റൈറ്റ്? സോ പി ടി വാല്യൂ 100 ഇൻറ്റു എ എസ് ടി ബൈ ബി ഡി. ഓക്കെ, എ എസ് ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പി സിയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1.19ഉം 0.14. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു എങ്ങനെയാണ് വാല്യൂ എടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കെ ടിയും കെ സി വാല്യൂസും എടുക്കാം. ആൻഡ് കെ എഫ് ഫ്ലാൻജ്ഡ് ബീം അല്ല, ഇത് റെക്റ്റാങ്കുലർ ബീമാണ്. അതുകൊണ്ട് തന്നെ കെ എഫ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ഫ്ലാൻജ്ഡ് സെക്ഷൻ നമ്മളിവിടെ 1 ആയിട്ട് എടുക്കുക. ഓക്കെ, സോ എന്ത് കിട്ടും? എൽ ബൈ ഡി എന്ന് വെച്ചാൽ 20 ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട്. ദെൻ കെ ടി 0.95, കെ സി 1.05 ആൻഡ് കെ എഫ് 1. അപ്പോൾ 19.95 എന്ന് കിട്ടും. ആൻഡ് ആക്ച്വൽ എൽ ബൈ ഡി റേഷ്യോ സ്പാൻ 8 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 8 ഇൻറ്റു 1000. ഓക്കെ, ഡിവൈഡഡ് ബൈ 550. സോ ദാറ്റ് വിൽ ഗീവ് യു 1454. സോ ഇത് ആക്ച്വൽ വാല്യൂ പെർമിസിബിളിനേക്കാളും ലെസ്സാണ്, ഹെൻസ് ദ ഡിഫ്ലക്ഷൻ ഇസ് സാറ്റിസ്ഫാക്ടറി. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ്, എംപിരിക്കൽ മെത്തേഡ് വെച്ച് ഡിഫ്ലക്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്, സേഫാണ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് ലോങ് ടേം ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ വെച്ചിട്ടുള്ള, അതായത് തിയററ്റിക്കൽ മെത്തേഡാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ തിയററ്റിക്കൽ മെത്തേഡിൽ നിങ്ങൾ അനെക്സ് സിയിൽ തന്നിട്ടുണ്ട് ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഐ എഫക്റ്റീവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താ? ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ ഐ ഇഫക്റ്റീവ് എന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഐ ഇഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ബാക്കി എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ, ഓക്കെ, തിയററ്റിക്കൽ മെത്തേഡിൽ നമുക്ക് വേണ്ട വാല്യൂ ഐ ഇഫക്റ്റീവ് വേണം. ഓക്കെ, ഈ ഐ ഇഫക്റ്റീവ് എവിടെയാണ് ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് പറഞ്ഞു വരാം. അതായത് നമുക്ക് ഷോർട്ട് ടേം ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ, ഓക്കെ, സോ ഇതിൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ വരും. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഈ ലോങ് ടേം ഡിഫ്ലക്ഷൻ്റെ കൂട്ടത്തിൽ എല്ലാം വരും. ക്രീപ്പ് കാരണമുള്ളതും ഷോർട്ട് ടേം ഡിഫ്ലക്ഷനും ഷ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷൻ എല്ലാം ലോങ് ടേം ഡിഫ്ലക്ഷനിലും വരും. ഓക്കെ, ലോങ് ടേം ഡിഫ്ലക്ഷൻ. സോ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, ദാറ്റ് ഈസ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 5ml² by 48 ECI effective. സോ 5 ഇൻറ്റു എം എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന മൊമെൻറ്റ് ആണ് എം. എൽ എന്ന് വെച്ചാൽ സ്പാൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് മൊമെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ, 140 kN മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ അത് 140 × 10⁻⁶ എന്നോ അല്ലെങ്കിൽ 1.4 × 10⁸ എന്നോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. എൽ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് സ്പാൻ. ദെൻ 48. ഈ സി എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്, അത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 5000√20. ഓക്കെ, ഇനി നമുക്ക് വേണ്ട വാല്യൂ ഐ ഇഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഐ ഇഫക്റ്റീവ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തത്. ഈ ഒരു ഇക്വേഷൻ ഐ ഇഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് എടുത്തത്. അപ്പോൾ ഐ ഇഫക്റ്റീവിൻ്റെ ഇക്വേഷൻ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ്റെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, പഠിക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ ഐ എഫക്റ്റീവിൻ്റെ ഇക്വേഷനാണ് കോഡിൽ തന്നിരിക്കുന്നത്. ഐ ഇഫക്റ്റീവിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. സോ ഐ ഇഫക്റ്റീവിൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ ടേം ഐ. ഓക്കെ, ദർ ഇസ് എ ടേം ഐ. Okay, hope you can see. So there is a term IR and okay IGR. Okay, so IR ഉം IGR വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ
ഐ ആർ എന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ക്രാക്ക്ഡ് സെക്ഷൻ. ക്രാക്ക്ഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ് ഐ ആർ. ആൻഡ് എം ആറും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എം ആറും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എം ആർ ഇസ് ഈക്വൽ ടു എഫ് സി ആർ ഐ ജി ആർ ബൈ വൈ ടി. അഗെയിൻ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. സോ ക്രാക്ക്ഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനാണിത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ so suppose this is the neutral axis. Okay, ഈ ഡെപ്ത് x ആണ് ആൻഡ് ദിസ് ഇസ് ബി. എക്സ് അതായത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്. ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള എക്സ്ട്രീം ഫൈബർ എൻഡിൽ നിന്ന് ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഇവിടുത്തെ മൊമെൻറ്റ് വാല്യൂ ആണ്. സോ മൊമെൻറ്റ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ക്രാക്ക്ഡ് സെക്ഷനിലെ മൊമെൻറ്റ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ക്രാക്ക്ഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ഈ ഒരു സെക്ഷൻ ഇതാണ് ക്രാക്ക്ഡ് സെക്ഷൻ. അതായത് ക്രാക്കിംഗ് എപ്പോഴും സംഭവിക്കുന്നത് ടെൻഷൻ സോണിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്രാക്ക്ഡ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ക്രാക്ക്ഡ് സെക്ഷനും if we are having the distance, okay, ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂ, ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ, ഓക്കെ, ഇവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ അറിയാമെങ്കിൽ അതിൻ്റെ കൂടെ എം ഇൻറ്റു എ എസ് ടി ഇൻറ്റു ആർ സ്ക്വയർ, ഓക്കെ, എ എച്ച് സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ എ ഇൻറ്റു എം നമ്മൾ ആഡ് ചെയ്യുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇക്വലൻറ്റ് ഏരിയ ആക്കാനായിട്ടാണ്. ഓക്കെ, സോ എം ഇൻറ്റു എ എസ് ടി ഇൻറ്റു ആർ സ്ക്വയർ. സോ ബി എക്സ് ക്യൂബ് ബൈ 3, ബി എക്സ് ക്യൂബ് ബൈ 3 എന്ന് വെച്ചാൽ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ബി എക്സ് ക്യൂബ് ബൈ, ഓക്കെ, ഈ ഒരു സെക്ഷൻ്റെ ആണ്, ദിസ് ഇസ് എക്സ്. സോ ബി എക്സ് ക്യൂബ് ബൈ 3 എന്ന് വെച്ചാൽ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ എന്തും കൂടെ വരണം, ഈ ഒരു സെക്ഷൻ്റെ ഏരിയ, ഓക്കെ, ഇതിൻ്റെ ഏരിയ ഇക്വലൻറ്റ് ഏരിയ ഇൻറ്റു ഇക്വലൻറ്റ് ഏരിയ ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ആർ സ്ക്വയർ. ഓക്കെ, സോ ആർ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഈ സെൻട്രോയിഡ് തുടങ്ങി, ഓക്കെ, ഇവിടെ നമ്മൾ എ എസ് ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻട്രോയിഡ് തുടങ്ങിയുള്ള ഈ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്താണ് ആർ. ഓക്കെ, ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ടു യു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ ഐ ആർ. സോ ഇവിടെ ബി തന്നിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ നമുക്ക് വേണം. ഓക്കെ, അതായത് ഈ ഒരു വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബാക്കി ഇവിടെ എമ്മിൻ്റെ വാല്യൂ അറിയാം, എ എസ് ടി അറിയാം, അതുപോലെ ആറിൻ്റെ വാല്യൂ വേണം. സോ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂവും ആറിൻ്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സും ആറും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ എക്സും ആറും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ദറ്റ് ഈസ് ഹാഫ് ബി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എം എ എസ് ടി ഇൻറ്റു ഡി മൈനസ് എക്സ്. ഓക്കെ, സോ നമുക്ക് രണ്ട് സോണാണുള്ളത്, കംപ്രഷൻ സോണും ടെൻഷൻ സോണും. ഓക്കെ, അപ്പോൾ കംപ്രഷൻ സോണിലെയും ടെൻഷൻ സോണിലെയും ഇവിടെ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് നമുക്ക് ഈക്വലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയാണ് കിട്ടുക? സോ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇത് ബി, ഇത് എക്സ്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ബി, ഓക്കെ, സോ ബി എക്സ് ഏരിയ, ഓക്കെ, ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇതിൻ്റെ സെൻട്രോയിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. സോ ബി എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓക്കെ, ഈ ഒരു പോർഷൻ. അതേപോലെ തന്നെ നമുക്ക് അടുത്ത പോർഷൻ, ഈ ഒരു പോർഷനിലെ ഡിസ്റ്റൻസും വേണം. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക? ഇവിടെ നമുക്ക് എ എസ് ടീസ് ഉണ്ട്. ഓക്കെ, ആ ഡിസ്റ്റൻസ് ഡി, ഈ ഡിസ്റ്റൻസ് ആർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇവിടുത്തെ കോൺക്രീറ്റിൻ്റെ മോഡുലാർ റേഷ്യോ എം ഇൻറ്റു എ എസ് ടി ആണ് കോൺക്രീറ്റിൻ്റെ ഏരിയ. ഓക്കെ,
അതിൻ്റെ കൂടെ ഡി മൈനസ് ആർ എന്ന് വെച്ചാൽ എന്താ, ഡി മൈനസ് എക്സ് ആണ് ആർ. ഓക്കെ, സോ എം ഇൻറ്റു എ എസ് ടി ഇൻറ്റു ആർ. അതേപോലെ ഇവിടെ ബി ഇൻറ്റു ബി ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ എക്സ് ഈസ് ദി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. എക്സ് ഈസ് ദി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ആർ ഇസ് ഈക്വൽ ടു ഡി മൈനസ് എക്സ്. ഓക്കെ, ആർ എങ്ങനെയാണ് ഡി മൈനസ് എക്സ് ആയതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതാണ് എ എസ് ടി, ഇതാണ് ഇഫക്റ്റീവ് ഡെപ്ത് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിൻ്റെ ടോപ്പിലുള്ള പോർഷൻ എക്സും ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആറും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ആർ? ഡി മൈനസ് എക്സ്. ഓക്കെ, സോ ഡി മൈനസ് എക്സ് ആണ് ആർ. ആൻഡ് നെഗ്ലക്റ്റിംഗ് കംപ്രഷൻ സ്റ്റീൽ, നമ്മൾ കംപ്രഷൻ സ്റ്റീൽ നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വി ഗെറ്റ് 0.5 ബി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എം എ എസ് ടി ഇൻറ്റു ഡി മൈനസ് എക്സ്. ആൻഡ് വി ഗെറ്റ് 0.5 ഇൻറ്റു 300. ബി എന്ന് വെച്ചാൽ 300 ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എം 13 ആണ്. എ എസ് ടി 1963 ആൻഡ് ഡി മൈനസ് എക്സ് ഡി 550 ആണ്. ഡി എന്ന് വെച്ചാൽ ഇഫക്റ്റീവ് ഡെപ്ത് 550 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഇസ് ആർ? ഡി മൈനസ് എക്സ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഈ ഒരു ആറിൻ്റെയും എക്സിൻ്റെയും വാല്യൂ കിട്ടിയാൽ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഫൈനലി ഗെറ്റ് ബി എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എം എ എസ് ടി ആർ സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കെയർഫുള്ളായിട്ട് എഴുതുക. നിങ്ങളുടെ നോട്ടിൽ ആദ്യം എഴുതേണ്ട എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എല്ലാ വാല്യൂസും ഉണ്ട്. അൺനോൺ ആയിട്ടുള്ളത് ഐ ഇഫക്റ്റീവ് ആണ്. ഈ ഐ ഇഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം ഐ ഇഫക്റ്റീവിൻ്റെ വാല്യൂ, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ്റെ ഈ ഒരു ബേസ് ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഐ ഇഫക്റ്റീവിൻ്റെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഇവിടെ നമുക്ക് ഐ ആർ വേണം. സോ ഐ ആർ എങ്ങനെയാണ് കിട്ടുക? ഐ ആർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഇക്വേഷൻ. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ഇക്വേഷനും എടുത്തെഴുതുക. ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇക്വേഷൻസ് നോട്ട് ചെയ്യണേ. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. This is the first equation. Then this is the second equation. ഇത് കോഡിലുള്ള ഇക്വേഷനാണ്. ഓക്കെ, ഐ എസ് കോഡിലുള്ള ഇക്വേഷനാണ്. ദെൻ ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ. അഗെയിൻ നമുക്ക് എക്സിൻ്റെ വാല്യൂം ആറിൻ്റെ വാല്യൂം വേണം. ഓക്കെ, എക്സ് ഇസ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആൻഡ് ആർ ഇസ് ഈക്വൽ ടു ഡി മൈനസ് എക്സ്. ഓക്കെ, ഇതിൽ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യുക. സോ ഇതാണ് ഫോർത്ത് ഇക്വേഷൻ. ഓക്കെ, സോ ഇത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ വാല്യൂവും ആറിൻ്റെ വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ ആർ കാൽക്കുലേറ്റ് ചെയ്യുക. ഐ ആർ നമുക്ക് 38.2 × 10⁸ mm⁴ എന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐ ആർ കിട്ടി. ഇനി ഇതിൽ എം ആർ വേണം. ഓക്കെ, എം ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എം ആറിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. എം ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ അതും കോഡിൽ തന്നിട്ടുണ്ട്. എം ആർ ഇസ് ഈക്വൽ ടു എഫ് സി ആർ ഐ ജി ആർ ബൈ വൈ ടി. ഓക്കെ, എഫ് സി ആർ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് റപ്ചർ, അതായത് ടെൻസൈൽ സ്ട്രെങ്ത് തന്നെ 0.7√20 അതാണ് എഫ് സി ആർ. ആൻഡ് ഐ ജി ആർ എന്ന് വെച്ചാൽ ടോട്ടൽ മൊമെൻറ്റ്, ആ ഒരു കംപ്ലീറ്റ് സെക്ഷൻ്റെ, ആ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ജി ആർ. ഓക്കെ, ആൻഡ് വൈ ടി എന്ന് വെച്ചാൽ സെൻട്രോയിഡൽ ആക്സിസ് തുടങ്ങി, അതായത് കംപ്ലീറ്റ് സെക്ഷൻ്റെയും സെൻട്രോയിഡൽ ആക്സിസ് തുടങ്ങി അതിൻ്റെ എക്സ്ട്രീം എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സെക്ഷൻ, ഇത് ബി. ഓക്കെ, ഡെപ്ത്. അപ്പോൾ ഈ കംപ്ലീറ്റ് സെക്ഷൻ്റെയും സെൻട്രോയിഡൽ ആക്സിസ് തുടങ്ങി ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ടി. ഓക്കെ, വൈ ടി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രോയിഡൽ ആക്സിസ് ടു ദ എക്സ്ട്രീം ഫൈബർ ഇൻ ടെൻഷൻ. സി, ഇതാണ് വൈ ടി. ടെൻഷൻ വരെയുള്ള വൈ ടി എന്ന് വെച്ചാൽ ഈ ടെൻഷൻ്റെ എക്സ്ട്രീം എൻഡിൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ,
ഇത് വരത്തില്ല, ഇതാണ് YT. സോ FCR എത്രയായിരുന്നു? 3.13 ആയിരുന്നു FCR. ദെൻ IG നമുക്ക് എങ്ങനെയാണ് കിട്ടുക? IG എന്ന് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, അതായത് BH³/12. ഓക്കെ, H എന്ന് വെച്ചാൽ ടോട്ടൽ ഡെപ്ത്. സോ BH³/12 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് IGR കിട്ടും. B is 300, H is 600³/12. ഓക്കെ, സോ IGR കിട്ടി. സോ IGR കിട്ടി, FCR കിട്ടി. ആൻഡ് വാട്ട് ഈസ് YT? YT എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് 600 ആണ്. അപ്പോൾ അതിൻ്റെ സെൻട്രോയിഡ് എത്രയായിരിക്കും? 300 ആയിരിക്കും. ഓക്കെ, സോ YT is equal to 300. YTയുടെ വാല്യൂ 300. അപ്പോൾ നമുക്ക് MR 0.563 × 10⁸ Nm എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വേണ്ട വാല്യൂ എന്ന് വെച്ചാൽ Z ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ. ദെൻ I ഇഫക്റ്റീവിൻ്റെ ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ദെൻ നമുക്ക് I വേണം, IR. ദെൻ അതിന് IR കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സിൻ്റെയും അതുപോലെ ആറിൻ്റെയും വാല്യൂ വേണം. ഓക്കെ, അത് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് ഫിഫ്ത്ത് ഇക്വേഷൻ, ഇതാണ് ഫിഫ്ത്ത് ഇക്വേഷൻ. ഇത് IS കോഡിൽ ഉണ്ട്. ഓക്കെ, ഫിഫ്ത്ത് ഇക്വേഷൻ. ഈ ഫിഫ്ത്ത് ഇക്വേഷനിൽ FCR വാല്യൂ ഉണ്ട്, IGR വാല്യൂ എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ടോട്ടൽ BH³/12. ദെൻ YT എന്ന് വെച്ചാൽ ടെൻഷൻ ഫൈബറിൽ നിന്ന്, അതായത് ബോട്ടം ഫൈബറിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് D/2. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടി. ഈ വാല്യൂസ് ഒക്കെ ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് MR ഉണ്ട്, M ഉണ്ട്, Z വാല്യൂ ഇല്ല. Z വാല്യൂ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ലിവർ ആം ഡിസ്റ്റൻസ്. ഓക്കെ, ലിവർ ആം ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ that is D minus x/3. ഓക്കെ, ഇതാണ് ലിവർ ആം ഡിസ്റ്റൻസ്, D minus x/3. സോ ഇത് എത്രാമത്തെ ഇക്വേഷൻ ആയിരുന്നു? സെവൻത്ത് ഇക്വേഷൻ. ഓക്കെ, D minus x/3. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 472.34 എന്ന് കിട്ടും. ഓക്കെ, സോ 472. അപ്പോൾ ബാക്കി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. IR വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയത് 38.2 × 10⁸. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ 1.2 മൈനസ് MR വാല്യൂ ഇവിടെ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഡിവൈഡഡ് ബൈ M എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് M വാല്യൂ 140 kN/m. സോ 140 × 10⁶ Nm. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇസഡിൻ്റെ വാല്യൂ 472.34 ആൻഡ് D വാല്യൂ 550. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് 1 മൈനസ് x/d. ഇവിടെ x 233 ആൻഡ് D 550. ഈ ഒരു ടേം നമുക്കിവിടെ ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് വെബ് ബൈ BW/B. BW എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് വെബ് ആണ്. അതുപോലെ അപ്പോൾ ഇത് ഫ്ലാഞ്ച്ഡ് അല്ല, റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് ഈ വിഡ്ത്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? റെക്റ്റാങ്കുലർ സെക്ഷനാണ്, അപ്പോൾ വിഡ്ത്ത് സെയിം ആയിരിക്കും. ഇവിടെയും B, അങ്ങനെ വിഡ്ത്ത് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ ക്യാൻസലായി 1 എന്നാകും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തത്. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് I ഇഫക്റ്റീവ് വാല്യൂ കിട്ടും. I ഇഫക്റ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 10.92 mm. സോ ഇതാണ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ വാല്യൂ. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ദി ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ വാല്യൂ. ഈ പ്രീവിയസ് ഇതിൽ 54 × 10⁸ ആണ് കേട്ടോ. ദിസ് ഇസ് 10⁸. ഓക്കെ, സോ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഇക്വേഷൻ ഇത്, സെക്കൻഡ് ഇക്വേഷൻ ദിസ് വൺ, തേർഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ക്രാക്ക് സെക്ഷൻ, ഫോർത്ത് ഇക്വേഷൻ. ദെൻ ഫിഫ്ത്ത് ഇക്വേഷൻ ഇസ് MR, സിക്സ്ത് ഇക്വേഷൻ, ദെൻ സെവൻത്ത് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ IS കോഡിലുള്ള ഇക്വേഷൻ
ഈ ഫിഫ്ത്ത് ഇക്വേഷനും അതുപോലെ സെക്കൻഡ് ഇക്വേഷനും മാത്രമാണ്. ഓക്കെ, ബാക്കി ഇക്വേഷൻസൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് പഠിക്കുക. അടുത്തത് ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, സോ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് അനക്സ് സിയിൽ തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ ആൽഫ സി എസ് ഇസ് ഈക്വൽ ടു K3 സൈ സി എസ് എൽ സ്ക്വയർ. ഇതിൽ K3 വാല്യൂ എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്, അത് സപ്പോർട്ട് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദറ്റ് ഈസ് നമുക്കിവിടെ ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 0.125 ആണ് K3. ഓക്കെ, എൽ സ്ക്വയർ എന്ന് വെച്ചാൽ 8 മീറ്റർ സ്പാൻ ആണ്, സോ 8000. ദെൻ സൈ സി എസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, സോ വാട്ട് ഈസ് സൈ സി എസ് ഇസ് ദ ഷ്രിങ്കേജ് കർവേച്ചർ ഈക്വൽ ടു K4 എപ്സിലോൺ സി എസ് ബൈ ഡി. ഓക്കെ, ഇനി K4ൻ്റെ വാല്യൂ നമുക്ക് 2 വാല്യൂസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ പി ടി മൈനസ് പി സി. ഓക്കെ, പി ടി മൈനസ് പി സി ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അതുപോലെ പി ടി മൈനസ് പി സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യുക K4 കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് എപ്സിലോൺ സി എസിൻ്റെ വാല്യൂ 6.2.4 നിന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം പി ടിയും പി സിയും അറിയണം. പി ടി എന്ന് വെച്ചാൽ 100 ഇൻറ്റു AST ബൈ ബി ഡി ആൻഡ് പി സി എന്ന് വെച്ചാൽ 100 ഇൻറ്റു ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ബൈ ബി ഡി. ഓക്കെ, സോ ഇവിടെ ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതുക. K4ൻ്റെ വാല്യൂ കിട്ടണം, അതിനുവേണ്ടി പി ടി മൈനസ് പി സി ചെയ്യണം. പി ടി പി സി ഒക്കെ നമ്മൾ ഓൾറെഡി ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്, 1.19ഉം 0.14ഉം. ഓക്കെ, സോ 1നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആ സെക്കൻഡ് ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഇക്വേഷനാണ് കോഡിൽ നിന്ന് എടുക്കേണ്ടത്. സോ ആ ഇക്വേഷനിൽ 0.65 ഇൻറ്റു പി ടി മൈനസ് പി സി. ഓക്കെ, പി ടി മൈനസ് പി സി, പി ടി പി സി ഡിഫറൻസ് 1.05 റൂട്ട് പി ടി 1.19 ആണ് പി ടിയുടെ റൂട്ട്. സോ നമുക്ക് 0.626 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് ഇസ് സൈ എസ്? സൈ എസ് എന്ന് വെച്ചാൽ 0.626 ആൻഡ് ഈ എപ്സിലോൺ സി എസ്. ഓക്കെ, അതെന്ന് വെച്ചാൽ കോൺക്രീറ്റ്, ഷ്രിങ്കേജ് കോൺക്രീറ്റിൻ്റെ നിങ്ങൾക്ക് ഓർമ്മ കാണില്ല, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷ്രിങ്കേജ് കോൺക്രീറ്റിൽ ഷ്രിങ്കേജിൻ്റെ വാല്യൂ, ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ വാല്യൂ എന്ന് വെച്ചാൽ 0.0003 ആണ്. ഓക്കെ, 0.0003 ആണ്. സോ എപ്സിലോൺ സി എസ് എന്ന് വെച്ചാൽ 0.0003 ആൻഡ് ദിസ് ഇസ് ക്യാപിറ്റൽ ഡി ഓവറോൾ ഡെപ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. അഗെയിൻ എന്താ ചെയ്യേണ്ടത്? ഈ മെയിൻ ഇക്വേഷനിൽ K3യുടെ വാല്യൂ അറിയാം. ദെൻ ഇപ്പോൾ സൈ സി എസ് കിട്ടി. ഓക്കെ, ദെൻ എൽ സ്ക്വയർ, അപ്പോൾ നമുക്ക് 2.5 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഷ്രിങ്കേജ് കാരണമുള്ള ഡിഫ്ലക്ഷൻ 2.5 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഒന്നും കൂടെ പറയാം, ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇതാണ് ഇക്വേഷൻ. ഇതിൽ K3 വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ 0.125. സൈ സി എസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ K4 എപ്സിലോൺ സി എസ് ഡി. എപ്സിലോൺ സി എസ് എന്ന് വെച്ചാൽ 0.0003 ആണ്. ആൻഡ് K4 നമുക്ക് ഇങ്ങനെ ഈ 2 ഇക്വേഷനിലും ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പി ടിയും പി സി വാല്യൂ വേണം. ഓക്കെ, ദെൻ സോ പി ടി പി സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 1നേക്കാളും ലെസ് ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ, 1നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അത് വെച്ചിട്ട് K4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൈ സി എസ് കിട്ടും. സോ സൈ സി എസ് ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു K3, അതാണ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ്. സോ നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഉള്ളത് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ആണ്.
ഓക്കെ, സോ ക്രീപ്പ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അനെക്സ് സി തന്നെ നോക്കുക. അപ്പോൾ ക്രീപ്പ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഇനിഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ മൈനസ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ. ഓക്കെ, അതായത് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഇനിഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ മൈനസ് ഷോർട്ട് ടേം നമുക്ക് 10.92 എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇനിഷ്യൽ ക്രീപ്പ് ഡിഫ്ലക്ഷൻ മൈനസ് ചെയ്യണം. ഓക്കെ, ഇനിഷ്യൽ ക്രീപ്പ് ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ 1 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ്. ആൻഡ് ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആണ് തീറ്റ. ആൻഡ് ഈ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് നമ്മൾ എടുക്കേണ്ടത് 28 ഡേയ്സ് കോൺക്രീറ്റിൻ്റെ 28 ഡേയ്സ് സ്ട്രെങ്ത്തിന് ക്രീപ്പ് കോഎഫിഷ്യൻ്റ് തീറ്റ വാല്യൂ എന്ന് വെച്ചാൽ 1.6 ആണ്. ഓക്കെ, സോ ഇവിടെ ക്രീപ്പ് കോഎഫിഷ്യൻ്റ് ആയിട്ട് തീറ്റ വാല്യൂ 1.6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ASD എന്ന് വെച്ചാൽ നമുക്ക് shrinkage deflection ആണ്. ഓക്കെ, ASD അല്ല, ഇറ്റ്സ് ആക്ച്വലി ആൽഫ SD, ദറ്റ് ഈസ് shrinkage deflection. ഓക്കെ, സോ shrinkage deflection 10.92 ആണ്. ആൻഡ് 1 പ്ലസ് 1.6 2.6 എന്ന് വരും. 2.6 ഇൻറ്റു 10.92. അപ്പോൾ നമുക്ക് ക്രീപ്പ് ഡിഫ്ലക്ഷൻ കിട്ടുന്നത് 28.4 ആണ്. ഓക്കെ, ഇനിഷ്യൽ ക്രീപ്പ് ഡിഫ്ലക്ഷൻ ആണ് 28.4. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഷോർട്ട് ടേം മൈനസ് ചെയ്യുമ്പോഴത്തേക്കാണ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. ദറ്റ് ഈസ് 17.48 എന്ന് കിട്ടും. അഗെയിൻ ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ, shrinkage deflection ആൻഡ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ, ഈ മൂന്നിൻ്റെയും സമ്മാണ് ലോങ് ടേം ഡിഫ്ലക്ഷൻ. ഓക്കെ, സോ 10.92 ആയിരുന്നു നമുക്ക് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കിട്ടിയത്. shrinkage deflection 2.5 ആയിരുന്നു. ആൻഡ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ 17.48. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക 30.9 എന്ന് കിട്ടും. ദറ്റ് ഈസ് ദ ലോങ് ടേം ഡിഫ്ലക്ഷൻ. ദെൻ അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ് ടേം ഡിഫ്ലക്ഷൻ. ഇനി പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്താണ്? പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ L/250 ആണ് പെർമിസിബിൾ ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആകാൻ പാടില്ല നമ്മുടെ ലോങ് ടേം ഡിഫ്ലക്ഷൻ. സോ ഈ ഒരു വാല്യൂ L/250. ഓക്കെ, ഈ ഒരു വാല്യൂ ആണ് നിങ്ങൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. L/250 ആണ്. സോ 8000/250 ദറ്റ് ഈസ് 32 mm ആണ് പെർമിസിബിൾ. അപ്പോൾ പെർമിസിബിളിനേക്കാളും പെർമിറ്റ് ചെയ്യുന്നതിനേക്കാളും കുറവാണോ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് നോക്കുക. അങ്ങനെ കുറവാണെങ്കിൽ ദിസ് ഇസ് സേഫ്. ഓക്കെ, സോ ആക്ച്വൽ ഡിഫ്ലക്ഷൻ ഇസ് 30.9 ആൻഡ് പെർമിസിബിൾ ഇസ് 32. സിൻസ് ആക്ച്വൽ ഡിഫ്ലക്ഷൻ ഈസ് ലെസ് ദാൻ പെർമിസിബിൾ, ദ ഡിഫ്ലക്ഷൻ ഇസ് സേഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആൻഡ് ലോങ് ടേം ഡിഫ്ലക്ഷൻ, അത് തിയറിറ്റിക്കൽ മെത്തേഡ് ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷന് കുറച്ച് ലെങ്തി ആണ്, നമുക്ക് കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഇക്വേഷൻസ് ഉണ്ട്. വെറാസ് ഷ്രിങ്കേജും ക്രീപ്പും സിമ്പിളായിട്ടുള്ള 2-3 ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ്ലി ചെയ്യാം ആസ് പെർ ദ IS കോഡ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്രാക്ക് വിഡ്ത്തിൻ്റെ എസ്റ്റിമേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.